ഖജനാവിൽ കാശില്ലാതെ മുടിഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് കോടതിയെ സമർപ്പിക്കാൻ, കോടതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഭിഭാഷകർക്ക് നൽകാൻ കോടിക്കണക്കിന് രൂപ കൈവശമുണ്ട്. ഇപ്പം കടമെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാർ നീങ്ങി. അതിന് അഭിഭാഷകർക്ക് നൽകിയ ഫീസ് ലക്ഷം തുകയാണ്, 75 ലക്ഷം മറ്റോ എന്താണ്. അതോടൊപ്പം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, അത് KSIDCക്കെതിരെയുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പം സർക്കാർ നൽകിയ ഫീസ് ഇതേപോലെ തന്നെ 50 ലക്ഷം രൂപയാണ്. അങ്ങനെ നിരവധി കേസുകൾ ഇത്തരത്തിൽ ഉദാഹരണങ്ങളായിട്ട് പറയാനുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക്, അതായത് അതിങ്ങനെ പറയണം, 148 അഭിഭാഷക വൃന്ദം നമ്മുടെ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുത്തിട്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് കേരളത്തിലുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, അസിസ്റ്റൻ്റ് അഡ്വക്കേറ്റ് ജനറൽ, പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അപ്പോൾ ഈ 148 അഭിഭാഷകർ, ഈ പറഞ്ഞവരൊക്കെ അടക്കം നമ്മൾ ശമ്പളം കൊടുത്ത് പോറ്റുന്നത് എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവഹാരങ്ങൾ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ നമ്മളിവിടെ ഇത്രയും. ഇനി ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം പ്രതിമാസം 1,55,00,000 രൂപ വേണം ഇവർക്ക് പ്രതിമാസം ശമ്പളം നൽകാൻ. പിന്നീട് ഇവരുടെ മറ്റുള്ള യാത്രാനുകൂല്യങ്ങൾ, ഇവരുടെ ഇന്ധനത്തിൻ്റെ പൈസ, ഇതൊക്കെ വേറെയാണ്. അപ്പോൾ 1,55,00,000 രൂപ ശമ്പളം കൊടുത്തിട്ട് 148 പേരെ നമ്മൾ പോറ്റുമ്പോൾ പിന്നെയാണ് നമ്മൾ ഈ പുറമേ നിന്നുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് കോടികൾ ചെലവഴിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു ലോബിയാണ്. ഈ പുറമേ നിന്നുള്ള അഭിഭാഷകരെ സംസ്ഥാന സർക്കാരുകൾക്ക് എല്ലാ കാലത്തും ഏർപ്പാടാക്കി കൊടുക്കുന്നതിന് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടൊരു ലോബി ഉണ്ട്. കാരണം ഈ പുറമേ നിന്നുള്ള അഭിഭാഷകരെ വിളിച്ചിട്ടുള്ള ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10-12 അഭിഭാഷകരാണുള്ളത്. ഇന്ത്യയിൽ 10-12 അഭിഭാഷകരൊന്നുമില്ല, പ്രശസ്തരും പ്രഗത്ഭരും പ്രതിഭാശാലികളുമായിട്ടുള്ള ഒരുപാട് അഭിഭാഷകർ നമുക്ക് സുപ്രീം കോടതി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലെ, അഡ്വക്കേറ്റ് കാളീശ്വര രാജയെ പോലെ, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെയൊക്കെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരുള്ളപ്പോൾ ഇത്തരത്തിലുള്ള അഭിഭാഷകരെ ഒന്നും വിളിക്കാതെ എന്തുകൊണ്ട് ഈ ഡൽഹി ലോബിയിലുള്ളവരെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കമ്മീഷൻ വ്യവസ്ഥതയിലുള്ള സംഭവമാണ്. ഇത് നമ്മൾക്കിപ്പോൾ ഇത്ര കോടി രൂപ നമ്മൾ ഈ അഭിഭാഷകർ മേടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് ആരോ ഒരു കമ്മീഷൻ ഇതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2004 മുതൽ 2009 വരെ ഭരിച്ച അച്യുതാനന്ദ സർക്കാർ 9.4 കോടി രൂപയാണ് അന്ന് ഈ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് ഫീസായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് 9.4 കോടി എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിലും ആ സമയത്ത് അതൊരു ഞെട്ടിക്കുന്ന പൈസയായിട്ടാണ് അന്ന് അച്ചടി ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ 12.74 കോടി രൂപയാണ് പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് അന്ന് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഇതുമാതിരി തന്നെ അന്നൊരു വലിയ തുകയായിട്ടാണ്. കാരണം ഇതിനേക്കാൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൈസ ചിലവഴിച്ചിരിക്കുന്നത്. ഇനി ഒന്നാം പിണറായി വിജയൻ സർക്കാർ ലേക്ക് എത്തിയപ്പോൾ ഇത് 19.64 കോടി രൂപയായിട്ടാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് പൈസ ചെലവഴിച്ചിട്ടുള്ളത്. ആ 19.64 കോടിയിലത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഗതി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 കൊലപാതക കേസുകൾ CBI അന്വേഷിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത് ഏകദേശം 2.40 കോടി രൂപയായിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. അതിൻ്റെ കാര്യം ഇതാണ്, അതായത് ഏതൊരു പൗരൻ്റെയും കർത്തവ്യമാണ്, കടമയാണ്, അല്ലെങ്കിൽ അവൻ്റെ അവകാശമാണ്, കർത്തവ്യം കടമയല്ല, അവകാശമാണ് എന്ത്, സർക്കാരിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവസാനം തള്ളയെ വിളിച്ച് കരയുക എന്ന് പറഞ്ഞ മാതിരി നമുക്ക് കോടതികളെയാണ് ആശ്രയിക്കാനുള്ളത്. അപ്പോൾ ഈ ഷുഹൈബ് വധക്കേസ് കേരളത്തിൽ ഞെട്ടിച്ചൊരു രാഷ്ട്രീയ കൊലപാതക കേസായിരുന്നു. ഷുഹൈബിൻ്റെ കൊലപാതക കേസന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തുന്നത് നീതിപൂർവമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ അവരുടെ കയ്യിലെ കാശ് ചിലവാക്കിയിട്ട് ഒരു അഭിഭാഷകനെ വെച്ചിട്ട് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തു. അതിന് CBI അന്വേഷണം ആവശ്യമില്ല, അത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാന സർക്കാർ പുറമേ നിന്നുള്ള അഭിഭാഷകനെ കൊണ്ടുവന്നിട്ട് കൊടുത്തത് 1.4 കോടി രൂപയാണ് കൊടുത്തത്.
1 കോടി 4 ലക്ഷം രൂപ 1 കോടി 4 ലക്ഷം രൂപയ്ക്കാണ് പുറമേ നിന്ന്. ഇതൊരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതിൻ്റെ സത്യസ്ഥിതി അറിയണമെന്ന് പറഞ്ഞിട്ട് അവരെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിന് ഇവരെന്നെ പറയുന്നുണ്ട് മടിയിൽ കനമുള്ളവനെ ഭയം വേണ്ടു, വഴിയിൽ ഭയം വേണ്ടു എന്ന് പറയുന്നത്. അതിൻ്റെ കേസന്വേഷണത്തിൽ പ്രതികൾ, പക്ഷെ അത് യഥാർത്ഥ പ്രതികളല്ല, ഡെമ്മി പ്രതികളാണ്. യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അത് അവരുടെ അവകാശമാണ്. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുഖജനാവിൻ്റെ കാലിയായ ഖജനാവിൻ്റെ 1 കോടി 4 ലക്ഷം രൂപ ചെലവാക്കിയവരാണ് ഈ ഇടതുപക്ഷ സർക്കാർ. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഒരു ശരത്തും അതുമാതിരി കൃപേഷും എന്ന് പറഞ്ഞിട്ട് 2 യുവാക്കളെ അതിദാരുണമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. ഇവിടെ പെരിയ എന്ന് പറഞ്ഞ കാസർഗോഡ് പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അവരെന്നുള്ള കാരണത്തിൻ്റെ പേരിൽ ആ കേസിലെ പ്രതികൾ, അതായത് കുറ്റം ചെയ്ത പ്രതികളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഗൂഢാലോചന ചെയ്ത പ്രതികളെ കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും അതിൻ്റെ ഗൂഢാലോചന പുറത്തു വരില്ല എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ആലോചിക്കണം. അതിലേതൊരു യുവാവിൻ്റെ അച്ഛൻ CPMൻ്റെ പ്രവർത്തകനാണ്. എന്നിട്ടും പോലും അന്വേഷണം തൃപ്തിപ്പെടാതെ അവരും ഇതുമാതിരി തന്നെ കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ കേസന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. അതും CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ അതിനെ എതിർത്തപ്പോൾ അതിന് ഫീസ് കൊടുത്തത് 98 ലക്ഷം രൂപയാണ്. ഇപ്പൊ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇപ്പൊ കോടതി ശിക്ഷ വിധിച്ചു. അവര് EP ജയരാജൻ പറയുന്നത് അവര് പ്രതികളല്ല, വലിയ കോടതികളുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന. അല്ല പോട്ടെ, അവിടെയും ഇവർ ഹാജരാക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഹാജരാക്കാൻ വേണ്ടി പുറമേ തന്നെ അഭിഭാഷകരെ കൊണ്ടുവരുള്ളൂ. കേരളത്തിലെ ഇപ്പോൾ അഡ്വക്കേറ്റ് വിജയഭാനു, അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് കാളീശ്വരരാജ് തുടങ്ങിയ പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് അഭിഭാഷകരുണ്ട്. അവരൊന്നും ഇവരെ ആശ്രയിക്കില്ല. അവരൊക്കെ ഇതിൻ്റെ 10% ഫീസിൽ ഈ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഒരു ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് എനിക്കൊരു അഭിഭാഷകൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് കാലം മുമ്പാണ്, ഞാൻ ചോദിച്ചു താങ്കളൊക്കെ ഈ കേസുകളിൽ ഇത്രയും ഫീസ് മേടിക്കുമോ? ഇതിൻ്റെ 10% കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രഗത്ഭരായ അഭിഭാഷകർ ഈ കേസ് വാദിച്ച് ജയിക്കും. ഈ ഡൽഹി ലോബിയിലെ ഇത്തരത്തിൽ കോടികൾ കൊടുത്തിട്ട് കേസ് വാദിച്ചിട്ട് പല കേസുകളിലും തോൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരാജയമുള്ളത്. കേസുകളിൽ ഇപ്പോൾ ഈ ഷുഹൈബ് വധക്കേസിലും ശരത് ലാലിൻ്റെയും പ്രിയേഷിൻ്റെയും വധക്കേസിലും വധക്കേസ് കേട്ട ഹൈക്കോടതി ചോദിച്ചത് ഈ FIRഉം ഇവിടുത്തെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പ്രതികൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഹാജരാകുന്നത് എന്ന് വരെ ഇവിടുത്തെ പ്രോസിക്യൂഷനോട് ചോദിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ മാതാപിതാക്കളുടെ ശക്തമായ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളതിന് എന്താണ് തെറ്റുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ 1ാം പിണറായി വിജയൻ സർക്കാർ 19.64 കോടി രൂപ ചെലവഴിച്ചപ്പോൾ 2ാം പിണറായി വിജയൻ സർക്കാർ കേവലം 3 കൊല്ലം കൊണ്ട് ഇതുവരെ 10.5 കോടി രൂപ ഈ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് വേണ്ടി ചെലവഴിച്ചു. അതിൽ ഞെട്ടിക്കുന്നൊരു വിവരമാണ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ അകാരണമായിട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ശ്രീ കപിൽ സിബാൽ അതിന് ആ കേസിൽ ഹാജരാവാൻ വേണ്ടി മേടിച്ചത് 2.35 ലക്ഷം രൂപയാണ്. അപ്പോൾ എന്നോട് ഈ ചാനൽ ചർച്ചകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില CPMൻ്റെ ആൾക്കാർ ചോദിക്കും, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ 2.35 ലക്ഷം രൂപ ഇത്ര വലിയൊരു തുകയാണോ? കാരണം അതൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ. ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം ഗൗതം മനസ്സിലാക്കേണ്ടത്, ഈ 2 കോടിയിൽ എത്ര 5 ലക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ലക്ഷമുണ്ട്. ഈ 40 ലൈഫ് പദ്ധതി പ്രകാരം വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഇന്നും അന്തി ഉറങ്ങുന്നത് കടത്തിണ്ണകളിലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പണം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ 40 ലൈഫ് പദ്ധതിയിലെ വീട് കിട്ടിയ കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ധൂർത്ത് നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഈ പോസ്റ്റ് മിഷൻ സെർവർ റിപ്പയർ ചെയ്യാൻ പൈസ ഇല്ലാത്തൊരു സർക്കാർ ഇത്തരത്തിൽ കോടികൾ ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾക്ക് ചിലവാക്കുമ്പോഴാണ് ഈ 2.35 ലക്ഷം രൂപയുടെ വ്യാപ്തി വലുതാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെയ്ക്ക് ഈ 10 കോടി രൂപയോളം കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും നമുക്ക് തമാശയായിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടിരിക്കുന്നത് ഈ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തന്നെ എന്തിനാ വെച്ചാൽ സർക്കാരിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിയമോപദേശം കൊടുക്കുക എന്നുള്ളതാണ് ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പ്രധാന പണി. അദ്ദേഹം കേസ് വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പണി ഇതാണ്, സർക്കാരിന് ആവശ്യമായ നിയമോപദേശം കൊടുക്കുക. നമ്മുടെ ഈ 2ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറി നാളിതുവരെ 98 ലക്ഷം രൂപ നിയമോപദേശത്തിന് വേണ്ടി പുറമേയുള്ള അഭിഭാഷകർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡൽഹി ലോബിയിലെ അഭിഭാഷകർക്ക് വേണ്ടിയിട്ട് 98 ലക്ഷം രൂപ.
ഈ 98 ലക്ഷം രൂപയിൽ തന്നെ ഏറ്റവും വലിയ തുക 45 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് ഗവർണർ പോരിന്റെ പേരിലാണ്. ഈ 45 ലക്ഷം രൂപ ഫാലിയസ് നരിമാൻ എന്ന് പറയുന്ന പരേതനായി, അദ്ദേഹം 2 മാസം മുമ്പ് നിര്യാതനായി. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിയമോപദേശം തേടാൻ വേണ്ടി. ആ 45 ലക്ഷത്തിൽ എത്ര 5 ലക്ഷം രൂപയുണ്ട്? എന്നിട്ട് ഇപ്പോൾ ആ കേസിന് പോയിട്ട് എന്താ ഉണ്ടായത്? ഗവർണർക്കെതിരായിട്ട് സുപ്രീം കോടതിക്ക് വിധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ നിയമ വിദഗ്ധരും പറയുന്നത്. അതുമാതിരി തന്നെ ഗവർണർ ഉടനെ തന്നെ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവൊന്നും നമുക്ക് ലഭിച്ചില്ല. ഗോപിനാഥ് രവീന്ദ്രന് തിരിച്ചടിയുമായി. ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഗവർണർ എന്താ ഉറക്കെ വിളിച്ചു പറഞ്ഞത്? ഈ കേരളത്തിൻ്റെ പ്രഥമ പൗരൻ പറഞ്ഞത്, എന്നോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഗോപിനാഥ് രവീന്ദ്രൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹത്തിന് പുനർനിയമനം നടത്തേണ്ടത് എൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗവർണർ അതിൽ ഒപ്പിട്ടത് എന്ന്. അന്ന് ഇവർ രണ്ടാളും വലിയ സൗഹൃദത്തിലായിരുന്നു. ഒപ്പിട്ടത് എന്നാണ് പറഞ്ഞത്. ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ കേസെത്തിയപ്പോൾ ആ കേസിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 40 ലക്ഷം രൂപയാണ് അഭിഭാഷകന് കൊടുത്തത്. ഈ വേണുഗോപാൽ എന്ന് പറയുന്ന അഭിഭാഷകന് കൊടുത്തത് 40, കെ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തത് 40 ലക്ഷം രൂപയാണ്. മാത്രമല്ല അതിൻ്റെ നിയമോപദേശത്തിന് ഇതുപോലെ തന്നെ 30 ലക്ഷം രൂപ വേറെ കൊടുത്തു. തീർന്നില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടല്ലേ. അവർ ഇതിൻ്റെ ഫീസായി കൊടുത്തത് 35 ലക്ഷം രൂപയാണ്. ഗോപിനാഥ് രവീന്ദ്രൻ 59,60,000 രൂപ ഈ അരുതാത്ത കാലഘട്ടത്തിൽ നിന്നിട്ട്, അദ്ദേഹത്തിന് അർഹതയില്ലാതെയാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവിടെ ജോലി ചെയ്തിട്ടുള്ളത്, 59,60,000 രൂപ അദ്ദേഹം ശമ്പളമായിട്ട് കൈപ്പറ്റി. അങ്ങനെ ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനവുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിക്ക് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും, യൂണിവേഴ്സിറ്റി ആവട്ടെ എന്തോ ആവട്ടെ, നിയമോപദേശമൊക്കെ കൂടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത് 1,95,00,000 രൂപയാണെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഞാൻ അത് തന്നെയാണ് പറയണത്. അത്യാവശ്യ കാര്യങ്ങൾ, പ്രയോറിറ്റിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ ഒന്നും സാധനമില്ല. റേഷൻ വാങ്ങാൻ നിൽക്കുന്നവന് റേഷൻ ലഭിക്കാൻ ഈ പോസ്റ്റ് മിഷൻ വർക്ക് ചെയ്യുന്നില്ല. അവൻ്റെ മസ്റ്ററിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ലൈഫ് പദ്ധതി പ്രകാരം വീട് കിട്ടാതെ ജനങ്ങൾ ഇന്നും അന്തി ഉറങ്ങുന്നത് അടുത്ത വീട്ടിലോ. കാരണം സർക്കാർ പറഞ്ഞു 1ാം ഘട്ട തറയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര രൂപ തരും. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. 1ാം ഘട്ട തറപ്പണി നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? പുറത്തുനിന്ന് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കാശെടുത്തിട്ട് തറപ്പണി നടത്തിയിട്ട് അവർ പോയി. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൈസയ്ക്ക് ചെന്നപ്പോൾ അതിൻ്റെ പൈസ ഇല്ല. ചിലവരോട് പറഞ്ഞു 2ാം ഘട്ട ലിൻഡിൽ വാർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പൈസയ്ക്ക് പോയപ്പോൾ പൈസ ഇല്ല. അപ്പോൾ ജനങ്ങൾ പല കാര്യങ്ങളിലും സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ദൂർത്തടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വക്കീൽ ഫീസ് ഇനത്തിൽ മാത്രം ഇത്രയും പൈസ. അപ്പോൾ 1ാം പിണറായി വിജയൻ സർക്കാരും 2ാം പിണറായി വിജയൻ സർക്കാരും കൂടിയിട്ട് ഇതുവരെ ഏകദേശം 30 കോടി രൂപ പുറമേ നിന്നുള്ള അഭിഭാഷകർക്ക് കൊടുത്തു എന്ന കാര്യവും, അതേ സമയത്ത് 1.55 കോടി രൂപ പ്രതിമാസം ശമ്പളം കൊടുത്ത് 148 അഭിഭാഷകരെ നമ്മുടെ നികുതി പണം കൊണ്ട് പോറ്റുന്നു എന്ന കാര്യവും കൂട്ടിവെച്ച് വായിക്കുമ്പോൾ എത്ര നമ്മൾ പറയില്ല ലാഘവം. വാളയാറിലെ 2 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു, അവരെ തൂക്കിക്കൊന്നതാണെന്നും പറയുന്നു. അതിൽ പ്രതികളെ രക്ഷിക്കാനും സർക്കാർ തന്നെയാണല്ലോ കയ്യിൽ നിന്ന് പൈസ. ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അതുവരയ്ക്ക് ഇപ്പോൾ CBI അന്വേഷണത്തിന് വിട്ട് കഴിഞ്ഞിട്ട് CBI അന്വേഷണത്തിൽ തൃപ്തികരമല്ലാത്ത കേസ് ഇപ്പോഴും കീഴ്ക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കോടതി അത് CBI അന്വേഷണത്തിന് വിട്ടു. CBIയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് അമ്മ പറയുന്നു. കൃത്യമായിട്ടുള്ള പ്രതികൾ പുറത്തു വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് നമുക്ക് ആ കേസിന് പൈസ ചിലവാക്കിയതായിട്ടുള്ള ഇത് എൻ്റെ അറിവിൽ ഇപ്പോൾ അതിന് പൈസ ചിലവാക്കിയതായിട്ടില്ല. അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും പുറമേ നിന്നുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ കാശില്ല. അതായത് നമ്മുടെ ഖജനാവ് മാറാല പിടിച്ചിട്ടും പൂച്ച പെറ്റി കിടക്കുന്നതുമായ ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ ദൂർത്തടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.